ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഫാൻറ്റം റിംഗിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഫോൺ അടിക്കുന്നില്ല, എന്നാൽ ഈ വ്യക്തിക്ക് ഫോൺ അടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിശക്തമായ ഫോൺ യൂസേജസ് ഇതിനൊരു കാരണമാണ്. സ്ട്രെസ് ഫാക്ടേഴ്സ് ഇതിനൊരു കാരണമാണ്. ഈ ഫോൺ യൂസേജും സ്ട്രെസ്സും കാരണം നമ്മുടെ ബ്രെയിൻ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. അതായത് ഇവിടെ തെറ്റായ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. ഇന്റർപ്രിട്ടേഷൻ എന്താണ്? നമുക്കൊരു സിഗ്നൽ തരുന്നു, അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നു. ഇവിടെ മിസ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. അങ്ങനെ മിസ് ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ നമുക്ക് അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാലോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫോണിന്റെ സൗണ്ടുമായി ഏകദേശം അടുത്തു വരുന്ന ഒരു സാമ്യമുള്ള ഒരു സൗണ്ട് കേട്ടാലോ, ഇല്ല ഒന്നുമേ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഹാലുസിനേഷനിൽ കൂടി ഈ ഒരു സൗണ്ട് ഇദ്ദേഹത്തിന് കേൾക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇയറിന് എന്തെങ്കിലും ഇഷ്യൂസസ്, അതായത് നമ്മുടെ ചെവിയിലുള്ള ചെറിയ ഹെയർ സെല്ലുകൾക്ക് എന്തെങ്കിലും ചെറിയ സ്മോൾ ഡാമേജസ് ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഇഷ്യൂസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ട് ഈ പറയുന്ന ഹെവി യൂസേജ് ഓഫ് ഫോണാണ് കണ്ടുവരുന്നത്. എന്തായാലും അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കാരണം നമുക്ക് ഒരു കണ്ടിന്യൂസ് യൂസ് ആയിരിക്കുമ്പോൾ അതിൽ തന്നെ എപ്പോഴും ആ ഒരു അഡിക്ഷൻ അങ്ങനെ നിലനിന്ന് പോകും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരു സാധ്യതയിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ ഇഷ്യൂ അല്ലെങ്കിൽ കൂടിയിട്ടും അത് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായ ഒരു കാൽക്കുലേഷനിൽ കൂടെ നമ്മുടെ പലപ്പോഴും സഞ്ചരിക്കും. പിന്നെ നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾ, ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പിന്നെ ആ ഹെയർ സെല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഈ പറയുന്ന ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതിനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു തെറാപ്പീസ് വേണമെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള ഒരു സപ്പോർട്ട് അവിടെ നേടാം. പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ യൂസേജ് വളരെ കുറയ്ക്കുക. അതായത് നമുക്ക് കുറച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ ഒരു എന്റർടൈൻമെന്റ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ ഒരു പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ടിക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു, എവിടെയായാലും ഒരു പ്രാർത്ഥന സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാതിരിക്കുക. ഏതെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മൊബൈൽ വന്നിട്ട് എയറോപ്ലെയിൻ മൂടിയിടുക. ഇങ്ങനെയൊക്കെ കുറെ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മളിൽ നിന്നും അതിനെ മാറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.